ഡയലോഗ് വിത്ത് സുജിത് നാരായണന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡയലോഗ് വിത്ത് സുജിത് നാരായണിൽ സാധാരണയായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ കണ്ടന്റുകളാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ എപ്പിസോഡിന് വളരെ പ്രത്യേകതയുണ്ട്. ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോടൊപ്പം എന്നുള്ളത് മലയാളികൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള, മലയാളികൾ വളരെ ഓമനത്വത്തോടും വാത്സല്യത്തോടും കൂടി കാണുന്ന ഒരു ഗായിക. അത് മറ്റാരുമല്ല, മലയാളികളുടെ സ്വന്തം ശ്രേയക്കുട്ടി, ശ്രേയ ജയദീപ്. ശ്രേയ മാത്രമല്ല, ഒപ്പം മലയാള സംഗീത ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് യുവ മ്യൂസീഷ്യൻസ്, മൈക്കിൾ ജോ ഫ്രാൻസിസ് ആൻഡ് ആഷ്വെൽ പീറ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സംഗീതത്തിൻ്റെ ABCD അറിയാത്ത ഒരാളാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ എപ്പിസോഡ് വേറെ ആരെങ്കിലും കൊണ്ട്, സംഗീതത്തിൽ കുറച്ച് ഡെപ്തായിട്ടുള്ള നോളജുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാലോ എന്നുള്ളത്. എന്നാൽ വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. അതിനുള്ള കാരണം, ഇതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായി സൂക്ഷിക്കാനുള്ള ഒരു എപ്പിസോഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള കാരണം നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ നമുക്ക് പറയാമെന്നുള്ളതാണ്. എന്തായാലും ഈ 3 യുവ സംഗീതജ്ഞരെ തങ്ങളുടേതായ വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് സ്വപ്നങ്ങളിലേക്ക് കുതിക്കുന്ന ഈ 3 യുവ സംഗീതജ്ഞരെ ഞാൻ ഡയലോഗ് വിത്ത് സുജിത് നാരായണിലേക്ക് വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ശ്രേയയിലേക്ക് പോവുകയാണ്. ശ്രേയ, ഞാൻ ഈ ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ യൂട്യൂബ് പരിപാടികൾ കഴിഞ്ഞ് തലേ ദിവസം നോക്കിയതാട്ടോ, ഇന്നലെ നോക്കിയതാണ്. അപ്പോൾ പല കാര്യങ്ങളും സിമിലർ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറേ ഓരോ ആചാരങ്ങളാകും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ശ്രേയയോട് വീണ്ടും ചോദിക്കുകയാണ്, ശ്രേയയുടെ ഈ സംഗീത ലോകത്തേക്കുള്ള തുടക്കം അതെങ്ങനെയാണ്? ആ ഒരു ജേണി വളരെ ചുരുക്കി പറയാം. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് റിയാലിറ്റി ഷോയിലൂടെയാണ്. റിയാലിറ്റി ഷോ സൂര്യ സിംഗർ എന്നായിരുന്നു റിയാലിറ്റി ഷോയുടെ പേര്. 2013 എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങുന്നത്. പിന്നെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ തന്നെയാണ് ഫസ്റ്റ് മൂവിയിൽ പാടുന്നതും. അങ്ങനെയാണ് എൻ്റെ ഒരു ജേണി മുന്നോട്ട്. സൂര്യ TV-യിൽ തുടങ്ങി, സൺ TV, പിന്നീട് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ കൂടെ ഷോകൾ, പല രാജ്യങ്ങൾ. അങ്ങനെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മലയാളികളുടെ സുപരിചിതയായിട്ടുള്ള ശ്രേയക്കുട്ടി ഇന്ന് വളർന്ന് വലിയ കുട്ടിയായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ മലയാളി ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. എവിടെ ചെന്നാലും അത് ശ്രേയക്കുട്ടിയല്ലേ എന്നുള്ളതാണ്, അല്ലേ? ഈ ഈ ഒരു പ്രയാണത്തിൽ, കോഴിക്കോടാണ് സ്ഥലം അല്ലേ? ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി, അതായത് ശ്രേയയുടെ ഈ സംഗീത യാത്രയെ, ഇതുവരെയുള്ള യാത്രയിൽ, എത്രയോ മുന്നോട്ട് പോകാനിരിക്കുന്നു, ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാരാണ്? അങ്ങനെ ഒരു ആളെ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പം ഒരു സിംഗർ എന്നുള്ള നിലയിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ എനിക്ക് ഞാൻ ഇൻസ്പയർഡ് ആയത് ചിത്ര ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ശ്രേയ ഘോഷാലിൻ്റെ പാട്ട് കേട്ടിട്ടാണ്. അങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഇപ്പോഴും കേട്ട് വളരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഈ ഒരു കരിയറിൽ എനിക്ക് എൻ്റെ ഭയങ്കര ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. കാരണം അമ്മയാണ് എൻ്റെ കൂടെ നടന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം A to Z ചെയ്യുന്നത് അമ്മയാണ്. അപ്പം അമ്മ പാടുവോ? അമ്മ ചെറുതായിട്ട് പാടും. അപ്പോൾ അമ്മ പറഞ്ഞു തരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഹാർഡ് വർക്ക്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ എൻ്റെ പ്രാക്ടീസ് റൂട്ടീൻ ആണെങ്കിലും അമ്മ പറഞ്ഞു തരുന്ന ഒരു സാധനം, അത് ഫോളോ ചെയ്ത് പോവുക, ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കൂടുതലും ശ്രദ്ധിക്കാറ്. അതല്ലാതെ സിംഗേഴ്സ് എന്ന രീതിയിൽ ഇപ്പം ചിത്ര ചേച്ചി, ചിത്ര ആൻറ്റി, ശ്രേയ ഘോഷാൽ, സുജാത മാം, ജാനകിയമ്മ, ഇങ്ങനെ എല്ലാവരുടെയും പാട്ടുകളും കേൾക്കാറുണ്ട്. അവരുടെ പല അനുഭവങ്ങളും ഇങ്ങനെ അറിയാറുണ്ട്. അതൊക്കെ ഇൻസ്പയർ ആവാറുണ്ട്. എന്നാലും എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴും അമ്മ ആണ്. അമ്മയാണോ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ ഒരു അതെ, പാട്ടുകാരിയാണ് എന്നുള്ളത്? വളരെ ചെറുപ്പത്തിൽ അമ്മയാണോ തിരിച്ചറിഞ്ഞത്? വീട്ടുകാർ തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. കാരണം പണ്ട് മുതലേ ഈ ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ എൻ്റെ ലെഷർ ടൈമിൽ എനിക്ക് പാട്ട് വേണമായിരുന്നു. അപ്പം പണ്ട് മുതലേ പാട്ട് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വീട്ടുകാർക്ക് അറിയാൻ നോക്കി പാട്ടിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് അറിയാം. അങ്ങനെയാണ് 4 വയസ്സിൽ പാട്ട് പഠിക്കാൻ മാഷിൻ്റെ അടുത്ത് ചേർക്കുന്നത്. പിന്നെയാണ് ഇങ്ങനെ ഒരു ഇതായിട്ട് പോയത് റിയാലിറ്റി ഷോ കണ്ടപ്പോൾ. ഞാൻ വരാം. ഇത് ഇങ്ങനെ വലിയ ഫോമലാക്കി കൊണ്ടുപോകാനുള്ള ഒരു സാധനമല്ല. റെഡിയാക്കാം നമുക്ക്. ഞാൻ ജോയിലേക്ക് വരാം. ജോക്കുട്ടനല്ലേ ഇവിടെ? ജോക്കുട്ടൻ എന്നല്ലേ ഇവരെ വിളിക്കുന്നത്? അല്ലെ അഷ്വൽ? മൈക്കിൾ
ജോ ഫ്രാൻസിസ്. മൈക്കിള് മൈക്കിള് സമൂഹ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ വലിയ താരമാണ്. വലിയ സെലിബ്രിറ്റികൾ, വലിയ പ്രശസ്തരായിട്ടുള്ള ഗായകർ മൈക്കിളിൻ്റെ ഓരോ റീൽസിൻ്റെ താഴെയും വന്ന് കമൻ്റ് അടിക്കുന്നു, ലൈക്ക് അടിക്കുന്നു. ചില ആളുകൾ ഫോളോ ചെയ്യുന്ന പേജാണ്. മൈക്കിളിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഞാൻ കുറച്ചൊക്കെ എനിക്കറിയാം. മൈക്കിൾ തന്നെ പറയും മൈക്കിളിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന്. എനിക്കൊരു 7 വയസ്സുള്ളപ്പോൾ ഞാനിങ്ങനെ വീട്ടിലെ ടേബിളിലും പാത്രങ്ങളിലും ഇങ്ങനെ പ്ലേ ചെയ്ത് വരുന്നു. അപ്പോൾ അമ്മക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പപ്പ ഇത് നോട്ടീസ് ചെയ്യും. അങ്ങനെ അവസാനം പ്ലേ ബാക്ക് സിംഗർ അഫ്സലിൻ്റെ ചേട്ടനുണ്ട്, ഷക്കീർ എന്ന് പറഞ്ഞ സാറിൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ തീരെ കുഞ്ഞായിരുന്നു, എനിക്കപ്പോൾ 7 വയസ്സ്. അപ്പോൾ സാറ് പറഞ്ഞു ഇവനെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, തീരെ കുഞ്ഞാണ്. അങ്ങനെ മൈക്കിളിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത് ഇവനെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല, തീരെ കുഞ്ഞായതുകൊണ്ട് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ പപ്പ പറഞ്ഞു സാറൊന്ന് നോക്ക്, അവൻ വായിക്കണമെന്ന് പ്ലേ ചെയ്ത് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നാടോടികളുടെ ചെണ്ട ഉണ്ടായിരുന്നു, ഇങ്ങനെ റോഡ് സൈഡിൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ വായിച്ച് കേൾപ്പിച്ചു. സാറിന് ഇഷ്ടപ്പെട്ടു. സാർ അങ്ങനെ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഡ്രംസ് വാങ്ങിച്ചു. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങാം. അപ്പോൾ സാറിന് യെസ് പറഞ്ഞുകൊണ്ടാണ്. അന്ന് സാറ് നോ പറഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഡ്രമ്മർ ആവില്ലായിരുന്നു. മറ്റേ ട്രാഫിക്കിലെ ഡയലോഗ് പോലെയാണോ? അതൊന്ന് യെസ് പറഞ്ഞു. യെസ് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മൈക്കിൾ ഇങ്ങനെ അതെ ഇങ്ങനെ ഇരിക്കുന്നത്. അതെ. മൈക്കിൾ എനിക്ക് തോന്നുന്നു ഒരു മൾട്ടി ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ആണ് അല്ലേ? പല ഗുരുക്കന്മാരുടെ അടുത്തും പോയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡ്രംസാണ്, അങ്ങനെയാണോ? ബേസിക്കലി ഞാൻ മ്യൂസിക് ഡയറക്ഷനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. ബേസിക്കലി ഞാൻ ഡ്രമ്മറാണ്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാൻ വേണ്ടി അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടന്റ് ഇടുന്ന കൂടുതൽ ഡ്രംസാണ്. പക്ഷെ ഇപ്പോൾ ഫോക്കസ് ചെയ്യണം മ്യൂസിക് ഡയറക്ഷൻ, അതിലോട്ടാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണം. അടുത്ത ആഷ്ബലിലേക്ക് വരാം. ആഷ്ബലും ഇതുപോലെ തന്നെയാണ്. മൈക്കിളിൻ്റെ പോലെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല ഒരുപാട് ഷോസ് ഉണ്ട്, ഒരുപാട് ആരാധ്യകന്മാരുള്ള ഒരാളാണ് ആഷ്ബൽ എന്ന് തോന്നുന്നു അല്ലേ ആഷ്ബൽ? അതെ അതെ. അതെയാണ് ആഷ്ബൽ ഇങ്ങനെ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആഷ്ബൽ ഇവർ എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് കുറച്ച് മ്യൂസിക്കിൻ്റെ ഫൗണ്ടേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആഷ്ബൽ അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന്. ഞാൻ ആക്ച്വലി ചെറുപ്പത്തിൽ അങ്കിള് പുറത്ത് നിന്നപ്പോൾ ഒരു ചെറിയ കീബോർഡ് ഉണ്ടെന്ന് തന്നു. എപ്പോഴാണ് ഒരു 7ാം ക്ലാസ് ഒക്കെ ആയിട്ടാണ്? ഒരു 5ാം ക്ലാസ് ആ ടൈമിൽ ഒരു കുഞ്ഞു കാസിയോന്റെ കീബോർഡ്, കളിപ്പാട്ടം പോലത്തെ. അപ്പോൾ അതിലാണ് ഞാൻ ഈ പഠിച്ചു തുടങ്ങിയത്. അതിൽ ജസ്റ്റ് യൂട്യൂബ് നോക്കി ഓരോന്ന് ഇങ്ങനെ വായിക്കും. അത് കണ്ടിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ കൊയറിൽ കയറി. അങ്ങനെ പയ്യെ പള്ളിയിൽ വായിക്കാൻ തുടങ്ങി. പള്ളിയിൽ എപ്പോഴും വായിക്കും. അന്നെന്ന് വെച്ചാൽ എനിക്ക് അവസരങ്ങളൊന്നുമില്ല, എപ്പോഴും പള്ളിയിൽ, ഫുൾ ടൈം പള്ളിയിലായിരിക്കും. അങ്ങനെ വായിച്ച് പയ്യെ +2 കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ പഠിക്കാൻ അൽഫോൺസ് ജോസഫ് സാറിൻ്റെ അടുത്ത് കയറി. അങ്ങനെ അവിടെ പ്രൊഡക്ഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ബാൻഡിൽ കയറിയിട്ട് അങ്ങനെ വായിച്ചു. എല്ലായിടത്തും ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് നടക്കണം. സ്കൂളിലെ കൊയറിൽ നിന്ന് തുടങ്ങി പള്ളിയിലെ പ്രാക്ടീസ്, അതിനുശേഷം അൽഫോൺ ജോസഫ് സാറിൻ്റെ അടുത്ത് എത്തുന്നു. പിന്നീട് ഒരു സ്വയം രാഗി മെനുക്കി ഈ രീതിയിലായ ആളാണ് ആഷ്ബൽ അല്ലേ? അതെ. എനിവേ ഞാൻ വീണ്ടും ശ്രേയയിലേക്ക് വരികയാണ്. ശ്രേയയുടെ ഞാൻ ഒരിക്കലും ഇങ്ങനെ കൂടുതൽ സംസാരിച്ച് അങ്ങനെയല്ല, നമ്മൾ ശരിക്കും പാട്ട് പാടിപ്പിച്ച് വിടാനുള്ള പരിപാടി. ശ്രേയയുടെ ഏറ്റവും തുടക്കകാലത്ത് ഒരു എന്താ പറയുക, എല്ലാവരും അറിയാൻ പറ്റുന്നൊരു പാട്ടെന്ന് പറയുന്നത് മേലെ മാനത്തെ ഈശോയാണ്. ആ പാട്ട് ഞാൻ കോഴിക്കോട് സിൽവർ ഹിൽസിലാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂസൊക്കെ നോക്കുമ്പോൾ ഞാൻ കണ്ടു ശ്രേയയുടെ ചൈൽഡ്ഹുഡ് എൻ്റെ ഒരു ഇത് ഈ പെട്ടെന്ന് തിരക്കൊക്കെ ആയതോടുകൂടി, ചെറുപ്പത്തിൽ തന്നെ തിരക്കായതോടുകൂടി, ഷോകളുടെ തിരക്കൊക്കെ ആയതോടുകൂടി സ്കൂളിൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സൗരവിന് കിട്ടിയ ഭാഗ്യം ശ്രേയക്ക് കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ ആ സമയത്ത് പല കാര്യങ്ങളും നഷ്ടപ്പെടാതെ ശ്രേയക്ക് കൂടി ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് അവിടെ ഒരു അച്ഛൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അച്ഛൻ്റെ പേരെന്താ? ജോണി കാഞ്ഞിരത്തിങ്കൽ. അച്ഛന് വേണ്ടി പാട്ട് പാടിയല്ലോ. ഉറപ്പായിട്ടും. അച്ഛനെ കാണുമോ? പിന്നെ അച്ഛനെ കൊണ്ട് ഞാൻ കാണിപ്പിക്കും. അന്ന് അച്ഛന് വേണ്ടിയിട്ട് അപ്പോൾ യെസ്, നമുക്ക് പറയാം. നീ അന്ന് പൈൻ്റെ കൂട്ടിൽ പിറന്നു
സൂപ്പർ. അച്ഛൻ കാണുന്നുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അച്ഛൻ കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പൊ അച്ഛൻ സിൽവർ ഹിൽസിലായിരുന്നു. എന്നിട്ട് അച്ഛൻ സിൽവർ ഹിൽസ് നിന്ന് ദേവഗിരി പോയപ്പോ ഞാനും ദേവഗിരിയിൽ പോയി. അതെ. അപ്പൊ പിന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ വിചാരിച്ചു എന്ത് അച്ഛനൊപ്പം വന്ന കുട്ടിയാണ്, അത് അച്ഛന്റെ വലിയ ആരോ ആണ് എന്ന് വിചാരിച്ചു, എല്ലാവരും വിചാരിച്ചു അങ്ങനെ. അപ്പൊ ശ്രേയ എന്തറിഞ്ഞു കഴിഞ്ഞാലും ആരറിയും? ഫാദർ അറിയും എന്നുള്ളൊരു Father അറിയും. അതെ, അങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് ആ സ്കൂളിൽ മൊത്തം പരന്നു. അങ്ങനെയാണ് ഏതാണ്ട് ഒരു 12ാം ക്ലാസ് വരെ പോയി. 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ 12 വരെ അങ്ങനെ പോയി ഇല്ലേ? അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ തേവര SH വന്ന് ജോയിൻ ചെയ്തു അല്ലേ? ഞാനൊരു ഇന്റർവ്യൂല് കണ്ടു കേട്ടോ. അതായത് ശ്രേയോട് ചോദിക്കുകയാണ്, എന്ത് ചോദിക്കുന്നു, ശ്രേയ എന്താ മ്യൂസിക് അങ്ങനെയുള്ള കോഴ്സൊന്നും പഠിക്കാതിരുന്നത്? അപ്പം ശ്രേയ പറയുന്നു, ആ മ്യൂസിക് എനിക്ക് 4ാമത്തെ വയസ്സ് തൊട്ട് കർണാട്ടിക് മ്യൂസിക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് BA മ്യൂസിക്കൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻസൊക്കെ എനിക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാ കൂടുതൽ അതിന് സമയം കളയുന്നത്? അപ്പോഴാണ് ഞാൻ ജേർണലിസം കോഴ്സ് എടുത്തത്. അപ്പോൾ ഈ ജേർണലിസം ആകുമ്പോൾ അങ്ങനെ വലിയ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിങ്ങനെ വലിയ അപ്പം അത് ഈ ജേർണലിസം അങ്ങനെ പഠിക്കേണ്ടാത്ത കോഴ്സാണോ? ജേർണലിസം എന്ന് പറയുന്നത് നമുക്ക് സമാധാനത്തോടു കൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലേ? നമുക്ക് ഇവർ രണ്ടുപേരും ജേർണലിസം ആണല്ലേ? അല്ലേ? ഓ, അതായത് കലാകാരന്മാർക്ക് പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സാണ് തേവര SH ജേർണലിസം. അതായത് ഇപ്പം നമ്മൾ മെയിനായിട്ട് കാണുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതല്ലാതെ നമുക്ക് ഡിഗ്രിയോ എന്തെങ്കിലും പെർസ്യൂ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പം ഇപ്പം ജേർണലിസം പഠിക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഒരു പീസാണ്. അതായത് ഓക്കെ, എനിക്കിത് പാട്ട് സൈഡിലൂടെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് പഠിത്തത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ സേക്രഡ് ഹാർട്ടിലെ ടീച്ചേഴ്സും അവരത്രയും സപ്പോർട്ടീവ്. അതല്ല, ഇവളുടെ ഈ ടെസ്റ്റിമോണിയൽ കാരണം ഇത് എന്ത്, ഞാൻ SH ജേർണലിസ്റ്റാണ് പഠിക്കുന്നത്, അത് അവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകും എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ അടിയാണ്. ഇനിയാണ് ഞാൻ ആ സത്യം പറയാൻ പോകുന്നത്. ഈ 3 എണ്ണവും എൻ്റെ സ്റ്റുഡൻസാണ്. തേവര SH ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസാണ് ഈ 3 പേരും. ആഷ്ബൽ അവിടെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം കഴിഞ്ഞ് പാസ് ഔട്ടായി. മൈക്കൽ അവിടെ PG മാസ് കമ്മ്യൂണിക്കേഷൻ, MA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് പാസ് ഔട്ടായി. ശ്രേയ എപ്പോഴും BA മാസ് കമ്മ്യൂണിക്കേഷൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 4th സെമസ്റ്ററാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഒരു മ്യൂസിക്കൽ ചിറ്റ്ചാറ്റ്, ഈ ഒരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്ന് പറഞ്ഞത്. എന്തായാലും അവിടെ പിള്ളേർ വന്ന് കയറുന്നുണ്ട് കേട്ടോ. കാരണം ശ്രേയ പറഞ്ഞു എന്ത്, ഈ മ്യൂസിക് ഡാൻസ് ആക്ടിംഗ് ഒക്കെ നടക്കുന്നവർക്ക് സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ജേർണലിസം. ഇനി ഞാൻ വേറൊരു ചോദ്യം, സ്കൂളിൽ അച്ഛനാണ് അവിടെ പ്രിയപ്പെട്ട അധ്യാപകൻ, ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ വേറെ ആരും കേൾക്കണ്ട കേട്ടോ. ഞാനിനി മൈക്കിളിലേക്ക് വരാം. മൈക്കിൾ ആഷ്ബൽ എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട സാറേ, ഞങ്ങളോട് എന്താ പ്ലേ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്യാതെ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കറിയാം മൈക്കിൾ നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിൽ നിന്ന് അമ്മയുടെ പാത്രങ്ങളെടുത്ത് കൊട്ടി പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ പപ്പയുടെ ഒരു സപ്പോർട്ട്, പപ്പ ഷക്കീർ സാറെ കൊണ്ടുവരുന്നു. ഷക്കീർ സാറ് പറയുന്നു ഇവനെയാണോ പഠിപ്പിക്കാൻ പോകുന്നത്? പക്ഷേ മറ്റേ മോഹൻലാൽ ഇതിൽ ഹരിമുരളീരവം പാടി കാണിച്ചപ്പോൾ ഷക്കീർ സാർ ഫ്ലാറ്റ്. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് മൈക്കിളിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. മൈക്കിളിൻ്റെ പ്ലാൻ ഇപ്പം ഈ ചെയ്യുന്ന ഈ ഡ്രം കവർ അത് ആദ്യമുള്ള പ്ലാനാണ്. പക്ഷെ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ ടെക്നിക്കാലിറ്റി, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. പക്ഷെ ഫിനാൻഷ്യലി അതിന് ഭയങ്കര പൈസ ഉണ്ട്. അപ്പോൾ മൈക്കിള് സ്വന്തമായിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു, ട്യൂഷൻ ക്ലാസ് എടുത്തു. അത് കിട്ടുന്ന പൈസ വെച്ച് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയ ഒരു സ്റ്റുഡിയോ ആണ് മൈക്കിളിൻ്റെ വീട്ടിലുള്ളത്. അത് വെച്ചിട്ട് പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങി. അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സോങ് ഉണ്ട് അല്ലേ? ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് ഉറുമുറ വന്ന പാർത്ത എന്ന് പറഞ്ഞ സോങ് ആണ്. അത് 5 million വ്യൂസ് കയറി. ശോഭന മാം അതിന് കമന്റ് ഇട്ടു. അതിലാണ് ശോഭന മാം കമന്റ്. അതൊന്ന് നമുക്ക് വേണ്ടി പ്ലേ ചെയ്യണം. ഓക്കെ ഓക്കെ.
മൈക്കിൾ അടിപൊളി. ഒരു പാട്ട് കൂടി പാടിയിട്ട് അല്ലെങ്കിൽ ഒരു സോങ് കൂടി പ്ലേ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പറയും. ആഷ്ബല, എനിക്ക് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സംഗീത ഉപകരണങ്ങളെ പറ്റിയിട്ടുള്ള പരിമിതമായ ജ്ഞാനമുള്ളൂ. പക്ഷെ എനിക്ക് ആഷ്ബലിൻ്റെ ഭൂരിഭാഗം റീലുകളിലും ഈ ഒരു ഇൻസ്ട്രുമെൻ്റ്, അത് എന്താ സംഭവം, മെലോഡിക്ക, ഈ മെലോഡിക്ക വെച്ചിട്ടുള്ള ആ ഒരു റീൽസാണ് കൂടുതലും കാണുന്നത്. മാത്രമല്ല ഷോയിലും നന്നായി പെർഫോം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കീബോർഡിനേക്കാൾ കൂടുതൽ ഈ മെലോഡിക്ക വെച്ചിട്ടാണ്. അതെ. അപ്പൊ ഒന്ന് ഇതെന്താ ഇൻസ്ട്രുമെന്റ്? ഇത് ആക്ച്വലി മെലോഡിക്കാന്ന് പറയും. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയണത് നമുക്ക് കാറ്റ് വായോണ്ട് കൊടുക്കണം, എന്നിട്ട് നിൽക്കുമ്പോൾ അതിൽ കൂടി സൗണ്ട് വരും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പോൾ ഇതിന് അത്യാവശ്യം ബ്രെത്ത് കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണ് ചെയ്യണത്. ഇതിനൊക്കെ എന്തോ വിരോധമുണ്ട് മെലോഡിക്ക? ആഷ്ബലിന്റെ ഒരു ഫേവറേറ്റ് സാധനം. ഓക്കെ, ഞാനിപ്പോൾ കൂടുതലും ഗസൽ ലൈനപ്പിലൊക്കെ പോകുമ്പോൾ കൂടുതലും വായിക്കുന്ന ഒരു സംഭവം വായിക്കും. ആരാധികി, അതിന്റെ ഇൻട്രോ വായിക്കാം. ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഫ്ലൂട്ടിന്റെ ഇൻട്രോ ആണ്, പക്ഷെ ഞാനിത് മെലോഡിക്കിൽ വായിക്കാം. ഓക്കെ. ആഷ്ബൽ അടിപൊളി. അടുത്തതിന് വേണ്ടി തയ്യാറായെന്ന് ഞാനാണ് റൗണ്ട് ചെയ്ത് തരാം. ശ്രേയയുടെ വേറൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒപ്പത്തിലെ പാട്ട്, അത് എനിക്കൊന്നും ലാലേട്ടനായിട്ട് കൂടി പാടിയിട്ടുണ്ട് തോന്നുന്നു. ഒപ്പത്തിന്റെ 75ാം ദിവസത്തിന്റെ സെലിബ്രേഷനിൽ അത് പാടിയിട്ടുണ്ട്. ഈ അടുത്ത് ഷാർജയിലെ ഒരു ഷോയിലാണെന്ന് തോന്നുന്നു ശ്രേയ അത് വേദിയിൽ പാടുമ്പോൾ ലാലേട്ടൻ അത് കേട്ട് ലയിച്ചിരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ പാട്ട് മിനുങ്ങും മിന്നാണ് നമുക്ക് വേണ്ടി. കാതൊന്നു കുത്തിയിട്ട് മാണിക്കക്കല്ലിന്റെ കമ്മലിടും നേരം തേങ്ങലു മാറ്റുവാൻ തോളത്തെടുത്തിട്ട് പാട്ടും പാടിയില്ലേ. താരകം തന്നൊരു മോതിരം കൊണ്ടു കുഞ്ഞിളന്നാവിന്മേ തൂകിയൊരക്ഷരം ചൊല്ലിത്തരില്ലേ മിന്നാ മിന്നി നീ. പകലിരവാകെ ഒരു നിഴലായി കാലൊന്നു തെന്നിടുമ്പോൾ നിന്നച്ചൻ കാവലിനെത്തുകില്ലേ. കോരിയെടുക്കും തോറും നിറയുന്ന സ്നേഹത്തിൻ ചോലയല്ലേ. മിനുങ്ങും നിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരി നിന്നച്ചൻ. പുതുകനവാൻ മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിലുകിലുങ്ങും തരിമളയേകി കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നു മമ്മൂട്ടിയെ. പിച്ച പിച്ച വെക്കാൻ കൂടി വന്നു കനിത്തേ. സൂപ്പർ സൂപ്പർ. താങ്ക് യു. ലാലേട്ടനാണോ? ലാലേട്ടന്റെ ഒരു ഹാർഡ് കോർ ഫാനാണോ? ലാലേട്ടനാണോ അതോ മമ്മൂക്കയാണോ? ഞാൻ ലാലേട്ടന്റെ മൂവിയിലാണ് കൂടുതലും പാടിയിട്ടുള്ളത്. അതുകൊണ്ട് ലാലേട്ടൻ. അല്ല, പക്ഷെ എനിക്ക് മമ്മൂക്കനെയാണ്. മമ്മൂക്ക ഫാൻകളാണ് ഞാൻ. അപ്പൊ അത് മമ്മൂക്കയുടെ കൂടി ഒരു പാട്ട് പാടുന്നു. ഉറപ്പായിട്ടും.
ഇത് മമ്മൂക്ക ഫാൻസിനാണ്. അതെ, അങ്ങനെയൊന്നുമില്ല അല്ലെ, എല്ലാവർക്കും വേണ്ടിയിട്ട്, പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. എല്ലാവർക്കും അതെ. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം, പീലി നീർത്തുന്ന കോലമയിലായി മൂക്കിലോടുന്ന മേട്ടിലൊളിക്കാം, സ്വർണ്ണമീനായി നീന്തി തുടിക്കാം, വഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം, വിണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാം വാ, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തോവൽ കൊണ്ടൊരു കൂടൊരുക്കാം വാ, കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കന്നിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൽ പാദസരങ്ങൾ കേൾക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. സൂപ്പർ. താങ്ക് യു. ഞാൻ തുടക്കത്തിൽ ഒരു പാട്ടുകാരനോട് ഒരു പാട്ടുകാരിയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ, ഏറ്റവും ഇഷ്ടമുള്ള സംഗീത സംവിധായകൻ ആരാന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞാൻ ആദ്യത്തെ ചോദിച്ചിരുന്നു, ഇത് ശ്രേയയുടെ ഈ ഒരു സംഗീത പ്രയാണത്തിൽ, ഈ ഒരു സംഗീത യാത്രയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആരാ ചോദിച്ചപ്പോൾ അമ്മയാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് വേറൊരു പേരായിരുന്നു. ആരായിരുന്നു? ശ്രേയ ഘോഷാലാണോ? അല്ല, ശ്രേയ ഇവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുന്നു. അപ്പോഴെല്ലാം എം ജെ ചന്ദ്രൻ സർ. അല്ലേ? അതെ, എം ജെ ചന്ദ്രൻ സാർ അങ്കിളെ പറ്റി പറയുമ്പോൾ അങ്കിള് ഗോഡ് ഫാദർ, അങ്ങനെയാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ചോദ്യം തെറ്റിദ്ധരിപ്പിച്ചാന്ന് തോന്നുന്നു അല്ലേ? അതെ. പാട്ടില് അല്ലേ, പാട്ടിന്റെ ലോകത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് ആരാ ചോദിച്ചപ്പോഴാന്ന് തോന്നുന്നു ഈ ചോദ്യം. പക്ഷെ നമ്മുടെ ഒരു മെന്റർ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ആ രീതിയിൽ ചോദിക്കുകയായിരുന്നെങ്കിൽ അതെ, എം ജെ അങ്കിൾ തന്നെ. കാരണം നമ്മളിപ്പം എൻ്റെ ഫാമിലിയിൽ ആരും ഒരു മ്യൂസിക് രീതിയിൽ ഉള്ള ആരും ഇങ്ങനെ ഇല്ല. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്, എല്ലാവരും മൂളിപ്പാട്ട് പാടുന്നവരാണ്. അപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുന്നു, ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രോഗ്രാംസിന് എൻക്വയറി വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ആർക്കും അറിയില്ല പിന്നെ ഇനി എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ നിന്നൊരു പോയിന്റിൽ ആണ് സാറ് വന്നിട്ട് പറഞ്ഞത്, ഓക്കെ ഇനി നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് ചേർത്ത് പഠിപ്പിക്കണം, കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം, പിന്നെ ഷോസ് ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ അങ്കിളാണ്. അതെ, ഈ ഫീമെയിൽ സിംഗർ ആയതുകൊണ്ട് ഒരു ഫീമെയിൽ ഗുരു തന്നെ വേണം. അങ്ങനെയാണ് മിനിമം. അതെ, അപ്പൊ അതൊക്കെ എം ജെ അങ്കിളാണ് പഠിപ്പിച്ചു തന്നോ അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ട് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് ഒരു മെന്റർ തന്നെയാണ്. എന്തൊരു ആവശ്യമാണെങ്കിലും ഞാൻ ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിള് എപ്പോഴും പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരാളാണ് എനിക്ക്. ഓക്കെ, മൈക്കിൾ ഏറ്റവും ഒടുവിൽ മൈക്കിളിന്റെ ഇത് പെർഫോമൻസ് കണ്ട് കമന്റ് ചെയ്തത് സാക്ഷാൽ അനിരുദ്ധാണ്, കൂടെ നയൻതാരയും. എനിക്ക് തോന്നുന്നു മൈക്കിളിന്റെ ഒരു ആംബിഷൻ എല്ലാ മ്യൂസീഷ്യൻസിനും പോലെ എ.ആർ. റഹ്മാന്റെ കൂടെ ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം ഇപ്പൊ ഒരു സാധ്യത കൂടി, ഒരു അവസരം കൂടി വരാൻ പോകുന്നതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമീപ ഭാവിയിൽ മൈക്കിൾ അനിരുദ്ധിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ്. സന്തോഷം തോന്നുന്നില്ല? കൊള്ളാം. ഇതൊന്നും പോരാട്ടോ, എനിക്ക് തരാൻ പൈസയൊന്നുമില്ല കയ്യില്, ആകെ കൂടിയുള്ളത് ഈ സാധനങ്ങളുള്ളൂ. അനിരുദ്ധിന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായി കുറെ FM ചാനലുകളൊക്കെ പറഞ്ഞ് അതൊന്ന് അപ്ലൈ ചെയ്യും. തീർച്ചയായും.
മക്കളെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, നീ നോക്കിക്കോ, നീ എഴുതി വെച്ചോ, നീ അനിരുദ്ധിന്റെ കൂടെ വർക്ക് ചെയ്യും. ആഷ്ബലിനെ കൊണ്ട് അടുത്തത്, ആഷ്ബൽ അടുത്ത ഏതാണ്? നമുക്ക് ഓഡിയൻസിൽ നിന്ന് ഏറ്റവും സജഷൻ മുന്നേ ഒരു സോങ് വായിക്കാം. ഏതാണ്? എൻ്റെ എല്ലാം എല്ലാം അല്ലേ. മക്കളൊരു സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. ഫുൾ സപ്പോർട്ട്. വിശിഷ്ടമായ കാഞ്ചീപുരം പട്ടുകൾ പിറവിയെടുക്കുന്നത് നൂറ്റാണ്ടുകളായി കൈമാറുന്ന അറിവുകളിലൂടെയാണ്. അതിനാലാണ് പട്ടിന് കാഞ്ചീപുരം പോലെ മഹത്തായ മറ്റൊരു മേൽവിലാസമില്ലാത്തത്. പട്ടിന്റെ ഏറ്റവും മഹത്തായ മേൽവിലാസം ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം.